GCDA ചെയർമാൻ സ്ഥാനം കെ ബാബുവിന് നൽകാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് വിലങ്ങ് തടിയായി മുസ്ലിം ലീഗിന്റെ അവകാശവാദം. തദ്ദേശ വകുപ്പിന് കീഴിലുള്ള GCDയുടെ ചെയർമാൻ സ്ഥാനം ഇക്കുറി തങ്ങൾക്ക് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. എറണാകുളത്തെ മുതിർന്ന ലീഗ് നേതാവിന് വേണ്ടിയാണ് ലീഗ് ഈ പദവി ചോദിക്കുന്നത്. 1976 ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിച്ചതു മുതൽ UDF ഭരണകാലത്ത് കോൺഗ്രസ് ആണ് ചെയർമാൻ സ്ഥാനത്ത് നിയമനം നടത്തിയത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന തദ്ദേശ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണെങ്കിലും ചെയർമാൻ പദവി കോൺഗ്രസ് കൈവശം വെക്കുന്നത് തുടർന്നു. ആരോഗ്യ പ്രശ്നം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന കെ ബാബു ഇത്തവണ GCDA ചെയർമാൻ സ്ഥാനത്തിനായി രംഗത്തുണ്ട്. MLA മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ച ബാബുവിന് ഇനിയും പദവി നൽകരുതെന്ന അഭിപ്രായം കോൺഗ്രസിലുണ്ടെങ്കിലും മുഖ്യമന്ത്രി VD സതീശൻ ബാബുവിന് അനുകൂലമാണെന്നാണ് സൂചന. എന്നാൽ GCDA ചെയർമാൻ സ്ഥാനം ഇക്കുറി തങ്ങൾക്ക് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. മുസ്ലിം ലീഗിന്റെ വകുപ്പിന് കീഴിലുള്ള ചെയർമാൻ സ്ഥാനം ഏകപക്ഷീയമായി കോൺഗ്രസിന് വിട്ടു നൽകേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ അഭിപ്രായം. എറണാകുളം ജില്ലയിലെ മുതിർന്ന ലീഗ് നേതാവിനെയാണ് ഈ പദവിയിലേക്ക് ലീഗ് കണ്ടുവച്ചിട്ടുള്ളത്. ലീഗ് ഭരിക്കുന്ന വകുപ്പിലെ ഒരു പദവിക്ക് വേണ്ടിയുള്ള അവകാശവാദം കോൺഗ്രസിന് എളുപ്പം മറികടക്കാനാവില്ല. തദ്ദേശ വകുപ്പിന് തന്നെ കീഴിലുള്ള കൊച്ചി മെട്രോപൊളിറ്റൻ അതോറിറ്റി ചെയർമാൻ പദവിയുടെ കാര്യത്തിലും മുസ്ലിം ലീഗിന്റെ നിലപാട് കോൺഗ്രസിനെ പരിഗണിക്കേണ്ടി വരും. MK ഷുക്കൂർ, മീഡിയ 1, കൊച്ചി.